നിലമ്പൂരിൽ യു.ഡി.എഫിനെ ഉലച്ച അൻവർ വിവാദത്തിൽ അയവ്. യു.ഡി.എഫ് പ്രവേശനത്തിനായി ഒരു പകൽ കൂടി കാത്തിരിക്കാൻ തയ്യാറാണെന്ന് അൻവർ. സമവായ ശ്രമം നടക്കുന്നുണ്ട്. മാന്യമായ പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അൻവർ. രാവിലത്തെ വാർത്താ സമ്മേളനം 2 വരിയിൽ ഒതുക്കി. വളരെ ഉത്തരവാദിത്തപ്പെട്ട യു.ഡി.എഫിൻ്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മുസ്ലിം ലീഗിൻ്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിൻ്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങളിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു പകൽ കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പിണറായി വിജയന്റെ കറിവേപ്പില പരാമർശത്തിന് മറുപടിയുമായി പി.വി. അൻവർ. കറിവേപ്പില മികച്ച ആന്റിബയോട്ടിക്, ഏത് കറിയിലിട്ടാലും സ്വാദെന്നും അൻവർ. ഏത് കറിക്കും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പ്. ആ കറിവേപ്പിലെ പോലെ തന്നെ ആക്കിയെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ. വസ്തുത ഇല്ല എന്ന് പറയും. ഇപ്പോഴത്തെ എൻ്റെ പൊസിഷൻ ഏകദേശം കറിവേപ്പിലയാണല്ലോ. എല്ലാ പോഷക ഗുണങ്ങളും ഊറ്റി സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക, ആ ടേസ്റ്റ് ആക്കിയിട്ട് ആ കറിവേപ്പില എടുത്ത് മാറ്റും. ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് അത് കറക്റ്റാണ്. ഇപ്പോൾ ഒരു കറിവേപ്പിലയുടെ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഇന്നത്തെ ചർച്ചകൾ പോസിറ്റീവാണെന്നും അൻവറിനു മുന്നിൽ വാതിൽ അടച്ചിട്ടില്ല എന്നും കെ.പി.സി.സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ഇന്നത്തെ ദിവസം പോസിറ്റീവാണ്, വളരെ പോസിറ്റീവ്. അധികം താമസിയാതെ തന്നെ യു.ഡി.എഫിന് ഒരു ഗുണകരമായ ഒരു വാർത്ത പ്രതീക്ഷിക്കാം. യു.ഡി.എഫിന് എപ്പോഴും ഗുണകരമായ വാർത്തകൾ തന്നെയാണ്. ഇത് അങ്ങനെ ഒരു സമയം അനുവദിക്കുന്ന വിഷയമൊന്നുമല്ലല്ലോ. ദിസ് ഈസ് പോളിറ്റിക്സ്. പോകുന്ന വഴിയിലും പിന്നെയും ബസ്സിൽ കയറാവുന്നതാണോ? ഡോർ അടച്ചിട്ടില്ല. നിലമ്പൂരിൽ യു.ഡി.എഫ് നേതൃയോഗം അല്പസമയത്തിനകം തുടങ്ങും. വിവരങ്ങളുമായി അർജുൻ രാജാണ് നിലമ്പൂരിൽ നിന്നും ചേരുന്നത്. അർജുൻ, യു.ഡി.എഫ് നേതൃയോഗത്തിൽ ഈ അൻവർ വിഷയം ചർച്ചയാകുമോ? അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എപ്പോഴേക്കും കൃത്യമായി അറിയാനാകും? തന്നെയാണ് ഇന്ന് പ്രത്യേകമായി യു.ഡി.എഫ് നേതൃയോഗം ചേരുന്നത്. ഓൺലൈനായിട്ടാണ് യോഗം. നേതാക്കൾ നിലമ്പൂരിൽ ആരും, സണ്ണി ജോസഫ് അല്ലാതെ മറ്റു നേതാക്കൾ ആരും നിലമ്പൂരിൽ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഓൺലൈനായി ചേർന്നുകൊണ്ട് ഇന്ന് തന്നെ അൻവർ വിഷയത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഈ യോഗത്തിന്റെ അജണ്ട. അൻവറിനെ യു.ഡി.എഫുമായി സഹകരിപ്പിക്കാൻ തീരുമാനിക്കണോ അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാധ്യത പൂർണ്ണമായും തള്ളിക്കളയണോ എന്ന കാര്യത്തിൽ യു.ഡി.എഫ് ഒരു തീരുമാനം ഇന്ന് എടുക്കാൻ പോകുകയാണ്. അതാണ് അൻവറും കാത്തിരിക്കുന്നത്. നിലവിലുള്ള 2 സാധ്യതകൾ. ഒന്ന്, അൻവർ ഇക്കാര്യത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ മുഹമ്മദിന് പരിപൂർണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫുമായി സഹകരിക്കാമെന്ന് അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അൻവറിനെ യു.ഡി.എഫുമായി സഹകരിപ്പിക്കാൻ യു.ഡി.എഫ് തീരുമാനിക്കും എന്നുള്ളതാണ്. ഇക്കാര്യം യു.ഡി.എഫ് നേതൃത്വം അൻവറിനെ അറിയിക്കുകയും ചെയ്യും. അതായത് ആര്യാടൻ ഷൗക്കത്തിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പിൻവലിക്കുക എന്നുള്ളതാണ് അൻവറിന് മുന്നിലുള്ള ഉപാധി. അക്കാര്യം അംഗീകരിച്ചു കഴിഞ്ഞാൽ യു.ഡി.എഫുമായി സഹകരിപ്പിക്കാം എന്നതായിരിക്കും യു.ഡി.എഫ് എടുക്കുന്ന നിലപാട്. ഈ നിലപാട് യു.ഡി.എഫ് നേതൃത്വം അൻവറിനെ അറിയിക്കുകയും ചെയ്യും. അതിനുശേഷം അൻവർ എന്ത് തീരുമാനം എടുക്കും എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അൻവറിന്റെയും യു.ഡി.എഫ് സഹകരണം സംബന്ധിച്ചുള്ള അൻവറിന്റെ ഭാവി. അക്കാര്യത്തിൽ അൻവർ ഇപ്പോഴും ഒരു കടുംപിടുത്തം പിടിക്കുന്നത് യു.ഡി.എഫുമായുള്ള സഹകരണം എങ്ങനെ വേണം എന്ന് സംബന്ധിച്ചുള്ള ഒരു ഉറപ്പ് തനിക്ക് ലഭിക്കണമെന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് പി.കെ. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ നിലവിൽ അൻവറിനെ യു.ഡി.എഫുമായി സഹകരിപ്പിക്കാം, ഒരു അസോസിയേറ്റ് മെമ്പർ എന്ന നിലയ്ക്ക് പരിഗണിക്കാം, അതിനുശേഷം യു.ഡി.എഫ് മുന്നണിയിലെടുക്കുന്ന കാര്യങ്ങളൊക്കെ പരിഗണിക്കാം എന്നതാണ് നിലവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധി. അത് അൻവർ അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരിക്കും ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട മുന്നോട്ട് പോക്കിന്റെ അടിസ്ഥാനം. എന്തായാലും യു.ഡി.എഫ് നേതൃത്വം ഇക്കാര്യത്തിൽ ഗൗരവമായി കാണുന്നത് സ്വരാജ് കൂടി മത്സരരംഗത്തേക്ക് എത്തുന്നതോടുകൂടി വലിയ വാശിയേറിയ പോരാട്ടമായി നിലമ്പൂര് മാറുകയാണ്. സ്വരാജ് പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യു.ഡി.എഫിന് ലഭിക്കേണ്ട ഒരു വോട്ട് പോലും പാഴാക്കാതിരിക്കാൻ അൻവറുമായി സഹകരിക്കണം എന്നുള്ള നിലപാടാണ് ഭൂരിപക്ഷം നേതാക്കൾക്കും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സമവായത്തിനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. അക്കാര്യം യു.ഡി.എഫ് നേതൃത്വം അൻവറിനെ അറിയിക്കുകയും ചെയ്യും.
ആ ഉപാധികളിൽ മേൽ അൻവർ എന്ത് തീരുമാനമെടുക്കും എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും അൻവറിന്റെ UDF-മായുള്ള സഹകരണത്തിന്റെ ഭാവി നിശ്ചയിക്കപ്പെടുക. ലക്ഷ്മി, ചുരുക്കത്തിൽ സ്വരാജ് അൻവറിന് സഹായകരമായി വർത്തിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനാവുക. അർജുൻ രാജാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.